നമസ്കാരം. ഇന്ത്യയുടെ വികസനം എന്നാൽ കേരളത്തിൻ്റെ വികസനം കൂടിയാണ്. കാരണം കേരളം കൂടിച്ചേർന്നാണല്ലോ ഇന്ത്യ. അപ്പോൾ കേരളത്തോട് കേന്ദ്ര സർക്കാരിന് ചിറ്റമ്മ നയമാണ്. കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രം പണം നൽകാത്തതാണ്, അല്ലെങ്കിൽ കേന്ദ്രം വേണ്ട രീതിയിൽ വായ്പ നടപടികളൊന്നും അതിനനുവദിക്കാത്തതാണ്. ഈ അടുത്ത കാലത്തും അത് കേട്ടു. സാമ്പത്തിക പ്രശ്നവുമായി ബന്ധപ്പെട്ട് എന്ത് ചോദിച്ചാലും കേരളത്തിലെ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഒക്കെ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നതല്ലാതെ വേറൊന്നും നമുക്ക് കേൾക്കാനില്ല. ഇതൊന്നും കേരളത്തിൻ്റെ പ്രശ്നമല്ല, കേന്ദ്രം കാരണമാണ് ഇത് എന്നാണ് പറയുന്നത്. അതുപോലെ കേരളത്തിന് പദ്ധതികളില്ല, കേരളത്തിന് ബജറ്റിൽ വകയിരുത്തലുകളില്ല. ഇതൊക്കെ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ പാലക്കാട് ഉൾപ്പെടെ രാജ്യത്ത് പുതിയ 12 ഇൻഡസ്ട്രിയൽ പാർക്കുകളാണ് പ്രഖ്യാപിച്ചത്. അതിൽ ഒരെണ്ണം ആണ് നമ്മുടെ പാലക്കാട്ടേത്. അപ്പം അതിൻ്റെ വാർത്തകളൊക്കെ നമ്മൾ കണ്ടു. ഗ്രീൻഫീൽഡ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി എന്നാണ് ഈ പദ്ധതിയുടെ പേര്. വ്യാവസായിക ഇടനാഴിയുമായി ബന്ധിപ്പിച്ചാണ് ഈ പുതിയ വ്യാവസായിക സ്മാർട്ട് സിറ്റികൾ തുടങ്ങുന്നത്. ഏതാണ്ട് കേരളത്തിൽ മാത്രം 3806 കോടി രൂപ ഈ പാലക്കാട്ടെ പദ്ധതിക്ക് മാത്രം ചെലവ് കണക്കാക്കുന്നു. 3 റെയിൽവേ ഇടനാഴികൾ ഒക്കെ തന്നെയുണ്ട്. ആകെ ഈ പദ്ധതികൾക്ക് 12 പാർക്കുകൾക്കുമായി 28,602 കോടി രൂപയുടെ പദ്ധതികളാണ് അംഗീകരിച്ചത്. അതായത് രാജ്യത്തെ വ്യവസായ ഇടനാഴികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. നമ്മുടെ വികസനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ വ്യാവസായിക മേഖലയിലെ വികസനമാണ്. ആരോഗ്യ മേഖലയിലെ, വിദ്യാഭ്യാസ മേഖലയിലെ ഒക്കെ വികസനം എല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണല്ലോ നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വ്യാവസായിക മേഖലയിലെ വികസനം മാത്രമല്ല, നിക്ഷേപങ്ങൾ കടന്നു വരുന്നത്. വ്യാവസായിക മേഖലയിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപങ്ങൾ കടന്നു വന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ വികസന പുരോഗതിയിലേക്ക് നമ്മളെ നയിക്കുന്ന, അല്ലെങ്കിൽ ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകുന്ന പദ്ധതികൾ. അത്തരം ഒരു പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഈ ഒരു ഗ്രീൻഫീൽഡ് ഇൻഡസ്ട്രിയൽ പാർക്ക് എന്ന് പറയുന്നത്. നമ്മുടെ പാലക്കാട് സ്ഥാപിക്കാൻ പോകുന്നത്, അതിനുവേണ്ട അനുമതി നൽകിയത് കേന്ദ്ര മന്ത്രിസഭാ യോഗമാണ് അംഗീകാരം നൽകിയത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വയനാട് പാക്കേജുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ തന്നെ തീർച്ചയായിട്ടും തീരുമാനമായിട്ടുണ്ട്. വയനാട് ജനതയെ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ നെഞ്ചോട് ചേർക്കും. കാരണം ഇന്ത്യയിലൊരു സംസ്ഥാനമാണല്ലോ കേരളം. അപ്പം കേരളത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും സഹായിക്കും. മറ്റ് സംസ്ഥാനങ്ങളും സഹായിക്കുന്നു. ഉത്തർപ്രദേശ് തുടങ്ങിയ, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളൊക്കെ തന്നെ സഹായവുമായി എത്തിയിട്ടുണ്ട്. ഈ കേരളത്തോട് ചിറ്റമ്മ നയം കാണിക്കുന്നു, അല്ലെങ്കിൽ കേരളത്തിനൊന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നത് ഒരു മുടന്തൻ ന്യായം മാത്രമാണ്, സത്യങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടൽ മാത്രമാണ്. കൃത്യമായി തന്നെ ഈ പദ്ധതി വിഹിതം വയ്ക്കുന്നതിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനങ്ങൾക്ക് കൃത്യമായി അവിടുത്തെ ജനസംഖ്യയും അവിടുത്തെ സാമ്പത്തിക സ്ഥിതിയും അനുസരിച്ച് പദ്ധതികൾ നടപ്പിലാക്കുന്നതിലും പണം അനുവദിക്കുന്നതിലും വായ്പകൾക്ക് അനുവാദം നൽകുന്നതിലുമൊക്കെ ഇതിനൊക്കെ വ്യക്തമായൊരു മാനദണ്ഡമുണ്ട്. അത് തീർച്ചയായിട്ടും ഉണ്ടാകും, അത് തീർച്ചയായിട്ടും കിട്ടും. കേരളത്തിന് ഇത്ര കോടി രൂപയുടെ കൊടുക്കാനുണ്ട്, അത് കൊടുക്കണ്ട, പിന്നെ കൊടുക്കാം എന്ന് ഒരു സർക്കാരിനും, അതിപ്പോൾ കേന്ദ്രം ആര് ഭരിച്ചാലും അത് സ്വീകരിക്കാനാവില്ല. അത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാനാവില്ല. കാരണം ഇതൊക്കെ നിയമ സംവിധാനമാണ്. നമ്മുടെ രാജ്യത്തെ ഭരണഘടനാപരമായ നിയമ സംവിധാനമാണ് ഇവിടെ വർക്കൗട്ട് ആവുന്നത്. ഇത്തരത്തിൽ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ, വ്യാവസായിക ഇടനാഴികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന പാർക്കുകൾ, റെയിൽവേ വികസനം, ഇതൊക്കെ തന്നെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും പറയുന്നു കേരളത്തെ മാറ്റി നിർത്തുന്നു എന്ന് പറയുന്നു. അത് അല്പം വിഷമകരമായ കാര്യമാണ്. അങ്ങനെ ഒരു സംസ്ഥാനത്തെയും ഒരു തരത്തിലും ഒരു കേന്ദ്ര സർക്കാരിനും മാറ്റി നിർത്താൻ സാധിക്കില്ല. ഒരു സംസ്ഥാനത്തിന് അനുവദനീയമായ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു കൊടുത്തിരിക്കും. ഇതിപ്പോൾ വലിയ നിക്ഷേപ സാധ്യതയും വലിയ തോതിലുള്ള തൊഴിൽ സാധ്യതയുമാണ് ഈ ഒരു പദ്ധതിയിലൂടെ മുമ്പോട്ട് വയ്ക്കുന്നത്. ഏതാണ്ട് 50,000-ലധികം പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കും. 1710 ഏക്കറിലാണ് ഈ പരിപാടി ഒരുങ്ങുന്നത്, ഈ പാർക്ക് ഒരുങ്ങുന്നത്. അപ്പം എത്ര വികസനത്തിൻ്റെ എത്ര വലിയ ഒരു സാധ്യതയാണ് ഇവിടെ കടന്നു വരുന്നത്. പുതുശ്ശേരി എന്ന സ്ഥലത്താണ്, സേലം കൊച്ചി ദേശീയപാതയോട് ചേർന്നാണ് പാർക്ക് വരുന്നത്. അതുപോലെ ഉത്തരാഖണ്ഡിലെയും പഞ്ചാബിലെയും മഹാരാഷ്ട്രയിലും ഒക്കെ മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ തന്നെ പാർക്ക് അനുവദിച്ചിട്ടുണ്ട്. കേരളത്തിലും പാർക്ക് അനുവദിച്ചു. അതായത് ഒരു വികസനം എന്ന് പറഞ്ഞാൽ അത് സമ്പൂർണ്ണമായ വികസനമാണ്. എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഒക്കെ തന്നെ വികസിക്കുകയാണ് എന്നുള്ള ഒരു സാധാരണ തത്വം പോലും മനസ്സിലാക്കാതെയാണ് പലപ്പോഴും കേന്ദ്ര സർക്കാരിനെ എതിരെ കേരളത്തിലെ മന്ത്രിമാരും കേരള സർക്കാരും പ്രതികരിക്കുന്നത് എന്നത് അത്യന്തം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു കേരളത്തെ മാറ്റി നിർത്തിയുള്ള ഒരു വികസനം എന്ന് പറയുന്നത് അത് സാധ്യമല്ല എന്നുള്ള യാഥാർത്ഥ്യമെങ്കിലും ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ മനസ്സിലാക്കണമെന്നുള്ളതാണ്. ഈ പാർക്ക് ഉയർന്നു വരുന്നതോടെ വ്യാവസായിക മേഖലയിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. കേരളത്തിൽ മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിൽ, അതുപോലെ വ്യാവസായിക നിക്ഷേപങ്ങൾ, വിദേശ നിക്ഷേപങ്ങൾ അടക്കം കടന്നു വരുന്നു. അങ്ങനെ എന്തെല്ലാം പ്രത്യേകതകളാർന്ന പദ്ധതിയാണ് ഇനി കടന്നു വരാൻ പോകുന്നത്. അതൊക്കെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വലിയ മുതൽക്കൂട്ടാണ്. അതുപോലെ രാജ്യത്തിൻ്റെ വികസനത്തിനും വലിയ മുതൽക്കൂട്ടാണ് ഇത്തരം ഇൻഡസ്ട്രിയൽ വ്യാവസായിക മേഖലയിലെ ഒരു പുതിയ സംവിധാനങ്ങളൊക്കെ തന്നെ. തീർച്ചയായിട്ടും അത് ഉടൻ തന്നെ പ്രാവർത്തികമാകും.
ഇത്രയധികം കോടി രൂപ മുടക്കി ഒരു വലിയ വ്യാവസായിക സങ്കല്പം തന്നെ നമ്മൾ മുന്നോട്ട് വയ്ക്കുകയാണ്. നമ്മുടെ കേരളം അതിൻ്റെ ഭാഗമാകുന്നു. തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം.